ക്രിസ്മസ് ലഹരി ലോകമെങ്ങും പടർന്നു കഴിഞ്ഞു. മർത്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറിയ ദൈവപുത്രന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ജാതിമത വംശഭേദമന്യേ മാലോകർ. പ്രത്യാശയുടെ നക്ഷത്ര വിളക്കുകൾ കണ്ണു ചിമ്മുമ്പോൾ തന്നെ ഒട്ടേറെ തർക്കങ്ങളും ഉടലെടുക്കുകയാണ് ക്രിസ്മസിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലത്തെക്കുറിച്ചും. ബത്ലഹേമിലെ പുൽത്തൊഴുത്തിനെ വാഴ്ത്തി പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് ചില ചരിത്രകാരന്മാർ ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു ക്രിസ്മസ് ദിനത്തിൽ ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. വാസ്തവത്തിൽ യേശുക്രിസ്തു ജനിച്ചത് ബത്ലഹേമിലാണെന്നത് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും പാടെ നിഷേധിക്കുന്ന ഒന്നാണ്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്നത് ആരും നിഷേധിക്കുന്നില്ലെങ്കിലും സുവിശേഷങ്ങളിലും മറ്റും പ്രതിപാദിക്കുന്ന കഥകളിൽ ചരിത്രപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കഥ പഴയ ഒരു യഹൂദ പ്രവചനവുമായി കൂട്ടിക്കെട്ടാൻ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചതിന്റെ ഫലമാണ് ബത്ലഹേമും ആട്ടിടയന്മാരും പണ്ഡിതന്മാരും ഒക്കെ എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ജനിച്ചിട്ടുണ്ടാവുക ബത്ലഹേമിൽ നിന്നും 175 കിലോമീറ്റർ ദൂരെയുള്ള നസറേത്ത് എന്ന ചെറുപട്ടണത്തിലാകാം എന്നാണ് അവർ പറയുന്നത്. മേരിയുടെയും ഡേവിഡിന്റെയും ജന്മനാട്ടിൽ നിന്നും 7 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു ബത്ലഹേമിലാകാം യേശുക്രിസ്തു ജനിച്ചത് എന്ന് കരുതുന്ന പുരാവസ്തു ഗവേഷകരുമുണ്ട്.